on a roll. But if you could come a little closer, you could keep me warm, and we could leave our mittens in the drawers. It's a beautiful day to be with you. It's a beautiful day to be with you. Oh, when I see your face, it's true. The skies are bright and blue. It's a beautiful day to be with you. Outside it feels like rain. These old knees, they tell me thunder's on the way. But if you could come a little closer, that's all I would need. April showers become distant memories. It's a beautiful day to be with you. It's a beautiful day to be with you. Oh, when I see your face, it's true. അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ ലിവിൻചേട്ടയെയും ദിവ്യയെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളുടെ വിവാഹം മംഗളകരമാക്കാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. 3-ാം ദിവസം ഗലീലിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഓരോന്നിനും 2-3 അളവ് കൊള്ളുമായിരുന്നു. പരണികളിൽ വെള്ളം നിറയ്ക്കുവാനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അപ്പോൾ നിറച്ചു. ഇനി പകർന്ന കലവറക്കാരന്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി കഫർനാമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. Does it make you smile? Do you think of me? When you close your eyes, tell me, what are you dreaming? Everything I wanna know at all. I'd spend 10,000 hours and 10,000 more. Oh, if that's what it takes to learn that sweetheart of yours. And I might never get there, but I'm gonna
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ വിവാഹത്താൽ ബദ്ധരായ ഏകത്തിൽ ജീവിക്കുവാൻ ഞങ്ങളുടെ ദാസനായ വിളിച്ചു സ്തുതിവരങ്ങളാൽ ബന്ധുവന്മാരെ സംബന്ധിച്ചാണ് ഞങ്ങളുടെ കൽപ്പനകൾ പാലിച്ച് ബാധിതപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ എന്നെ സഹായിക്കുകയും ചെയ്യും. ഞങ്ങളുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിനും വേണ്ടി ശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ നിന്നെ തന്നെ മടവാളിയായി തെരഞ്ഞെടുത്തു. തോഴികളായ ദൈവത്തിന്റെ സ്നേഹം പോലും നിരന്തരവാട്ടിയായി തെരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായിരിക്കും അവയുടെ സ്നേഹത്തിൽ വരവളെ ഞങ്ങൾ വിശ്വസിക്കും. അവരുടെ സത്യത്തിന്റെ ഞങ്ങളുടെ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. സ്വർഗ്ഗത്തിൽ നിന്ന് പ്രദക്ഷിണാവുന്ന തിരുകുമാരനെ സ്വീകരിക്കുവാനും സകല സൗഭാഗ്യങ്ങളും നമ്മളിൽ തന്നെ മോചിച്ചു നിർത്തുന്ന നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മുക്തപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകുന്നു. എന്തുകൊണ്ടാൽ അങ്ങലാരുടെയും സൃഷ്ടാവാകും സകലത്തിന്റെയും നാഥനും ഞാൻ ലോകത്തിന്റെ പ്രകാശമാകും. എന്നെ അനുഗമിക്കും. അന്ധകാരത്തിൽ നടത്തിയില്ല നമുക്ക് വാർത്തകമായിരിക്കട്ടെ. അങ്ങയുടെ സ്വഭാവത്തിനും സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളുടെ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും ഞങ്ങളുടെ കാരണത്താൽ അനുഗ്രഹത്താൽ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായിരിക്കും. വിശുദ്ധ പത്രോസിലേക്ക് എഴുതിയ 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ കർത്താവേ ആശീർവദിക്കണമേ. നിങ്ങളുടെ അലങ്കാരം പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനുശരക്കമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിന് പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരെ ജീവിക്കുകയും സ്ത്രീ വിലങ്ങിന് മാത്രമാണെങ്കിലും ജീവദായകമായ പ്രകൃതി തുല്യ അവകാശം എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഫരിസേയർ വന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നീ മാസമാണ്? അവൻ മറുപടി
മോശ എന്താണ് നമ്മളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷണമാക്കാൻ കൊടുത്ത് കുടുംബജീവിതമാകുന്ന ദൈവത്തെ സ്വീകരിച്ചുകൊണ്ട് ഈശ്വര സന്നിധിയിൽ ഒന്ന് ചേരുവാനായിട്ട് ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ വന്നിരിക്കുന്ന രണ്ടുപേരും ദിവ്യയും. എനിക്ക് ഇവരുടെ ദിവ്യയുടെ കുടുംബത്തെയാണ് എനിക്ക് കൂടുതലും അറിയാവുന്നത്. 2 വർഷത്തോളം ഇവരുമാണ് എനിക്ക് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. നെക്സ്റ്റ് ആയിരുന്ന സമയത്ത് വിദ്യാമ അവിടുത്തെ സ്റ്റാഫായിരുന്നു. ആ സമയത്ത് ഇവർ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും കാണുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്തോടെ ജീവിച്ചുകൊണ്ട് 2 മക്കളെ വളർത്തി വിശ്വാസത്തിന് വളർത്തുന്ന, സ്നേഹിക്കുന്ന, അവരെ പഠിപ്പിക്കുന്ന നല്ല ഒരു മകനാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. അത് നമുക്കെപ്പോഴും അതൊരു പ്രത്യേക ഒരു അനുഗ്രഹം. ഒരു കുടുംബാന്തരീക്ഷം എങ്ങനെയാണെന്ന് ആ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുവാനും അവരുടെ വാക്കുകളിലൂടെ എനിക്ക് അറിയുവാനും സാധിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അപ്പനും അമ്മയും കാണിച്ചിരുന്ന മാതൃകകളുടെ ഒത്തിരി അനുഗ്രഹങ്ങളാണ്. ചിലപ്പോൾ അവർ ശാസിക്കാറുണ്ടാവും, ചിലപ്പോൾ അവർ നമ്മൾ സന്തോഷിക്കാറുണ്ടാവും. പക്ഷേ അതൊക്കെ എന്തായിരുന്നുവെന്ന് അറിയണമെങ്കിൽ അത് പിന്നീടാണ്. നമ്മൾ വലിയ നമ്മൾ ആകുമ്പോൾ മാത്രമാണ്. ഏതെങ്കിലും ജോലി ചെയ്യുമ്പോഴോ അതുമല്ലെങ്കിൽ വിവാഹം കഴിച്ച് പിള്ളേരൊക്കെ ആയി കഴിയുമ്പോഴാണ് എൻ്റെ അപ്പനും അമ്മയും. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാൻ സാധിക്കും, നമ്മൾ ഒത്തിരി പേരെ കാണുന്നവരാണ്. പരാജയങ്ങൾ സംഭവിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ കുറവുകൊണ്ട് മാത്രമാണ്. കുടുംബത്തിൽ പ്രാർത്ഥനകൾ കുറവുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെല്ലാം പരാജയങ്ങളാവും. ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവവചനമാകുന്ന ആത്മീയത്തിനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായെ നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയത്തിൽ പങ്കുകാരാകുവാൻ വിശകലമായ അവരുടെ ദാസവിഭാഗം ചെയ്തിരിക്കുന്ന വ്യക്തികളുടെ നിലവാരങ്ങളെ ചെയ്യും. അവരുടെ സ്നേഹത്തിന്റെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളും ഈ തിരുവനന്തപുരത്ത് നടക്കുന്ന ഞങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനാമേയും ആമേൻ. പ്രിയ സഹോദരരെ, ഈ വധുവരന്മാർ വിവാഹം എന്ന കുദാശയായി ബന്ധിതരാകാൻ പോകുന്നു. ഈ കുദാശയെ യോഗ്യതയോടെ പരികരണം ചെയ്യുന്നതിന് സ്വതന്ത്രമായ മനസ്സും പൂർണ്ണമായ സമ്മതത്തോടും ദിവ്യയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കും. സ്വതന്ത്രമായ മനസ്സും പൂർണ്ണമായ സമ്മതത്തോടും ദിവ്യയെ നിന്റെ ഭാര്യയെ ഭർത്താവായി സ്വീകരിക്കും. സ്നേഹത്തോടെ മനസ്സിനേഹത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ശിശുക്കാരന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശ്വാസത്തിനും സ്നേഹത്തിനും വലിയവന്മാരെ ദയാപൂർവ്വം ആശീർവദിക്കണം. ഐക്യത്തിന് പ്രത്യേകമായ കാര്യം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അടയാൻ പോകുന്ന മോതിരങ്ങളെ ആശീർവദിക്കണം. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാവരത്തിന്റെ അനുസൃതവസ്തുത്താൽ മനുഷ്യാത്മാവിനെ അനുകരിക്കുന്ന കാര്യവാനായ കർത്താവെ മന്ത്രമോടി അങ്ങ് ആശീർവദിക്കുന്നു. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിലനിൽക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണം. നിർമ്മലവാണ്ടിയായ വിശുദ്ധ സഭയും മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ ലോകത്തിൽ നിഷ്കലങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവുമാണ് സർവേശ്വരാത്മനേക്കും. സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം
ഔസേപ്പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും യൗസേപ്പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും കുടുംബമാം യാഗവേദിയിൽ ആത്മാർപ്പണം ചെയ്തതുപോലെ അർപ്പണം ചെയ്യാൻ കുടുംബമാകാൻ ഭാവുകം നേരുന്നിതാ, ഭാവുകം നേരുന്നിതാ. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ സദ്ഗുണവതിയാം സാറയുമൊപ്പം സൗഭാഗ്യവാനാം തോബിയാസും സദ്ഗുണവതിയാം സാരയുമൊപ്പം സൗഭാഗ്യവാനാം തോബിയാസും സന്തോഷത്തിലും സമ്പത്തിനും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിനും അനാരോഗ്യം വിശ്വസ്തയോടുകൂടി ഏക മനസ്സോടെ ജീവിച്ചുകൊണ്ടാണ് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നു. ജീവിതത്തിലെല്ലാ പ്രവർത്തനങ്ങളിലും അവർ നിങ്ങൾക്ക് തുണയായിരുന്നു. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സ്തുതിയും അവിടെ ലഭിച്ചു. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മകളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിന് അവരെ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ നയിക്കുവാൻ അവർ നിങ്ങളെ സഹായിക്കും. അവിടത്തേക്ക് ചിന്തയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടെ യോഗ്യരാക്കുകയും ഇപ്പോൾ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപത്തിനാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേയേ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മെ ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ രക്തപാതയാൽ സഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ും
Congratulations and celebrations on this great joy.
നിലവിലഴകെ താരമരികെ വിരിയും ചിരിയെ പാറിയുയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ രാവ് പുലരാൻ കാത്തു കഴിയും നിന്നെ ഒന്ന് കാണാനായി ദൂരെ ഇരുളിൽ മഞ്ഞു കനവിൽ എന്നെ തേടിയില്ലേ നീ നിന്നോരോ വാക്കിലും നീളും നോക്കിലും പൂന്തേൻ തുള്ളികൾ നിറയെ പൊഴിയേ എന്തേ ഇങ്ങനെ മായാജാലമോ എന്നെ തന്നെ ഞാനെവിടെ മറന്നോ നിറമായി നിഴലായി നീയില്ലേ എന്നാലും നീല നിലവേ നിലവിലഴകെ താരമരികെ വിരിയും ചിരിയെ പാറിയുയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ ഇവാനിൻ തീരങ്ങൾ തെളിയുന്നു കാണാത്ത ലോകം നാം അണയുന്നു ആഴങ്ങൾ തീരാതി കടൽ പോലെ കഥകൾ നീളുന്നു ഇവിടെ ആരാരും ചിരികളാരും പഴയ നോവിന്റെ കൈപ്പൊന്നു പുതിയ ജന്മം ഇതാണു നിൻ പരദീസ പരദീസ നെഞ്ചോരം മോഹങ്ങൾ നിറയുമ്പോൾ നാം എല്ലാം ഈ മണ്ണിലൊരു പോലെ നീ എന്നും ഞാനെന്നും തിരുവില്ലാതുലകം ഒരുപോലെ പാടുന്നോർ പാടട്ടെ ആടുന്നോരാടട്ടെ ചേരുന്നോരൊന്നായി ചേരട്ടെ അതിനു കെൽപ്പുള്ള ഭൂമി നിൻ പരദീസ പഴയ നോവിന്റെ കൈപ്പൊന്നു പുതിയ ജന്മം ഇതാണു നിൻ പരദീസ
पहली दफा ही मिलके लगा, तूने छुआ जख्म को मेरे, मरहम मरहम दिल पे लगा। पागल पागल हैं थोड़े बादल, बादल हैं दोनों खुल के, पर से भी गया जरा। पहले भी मैं तुमसे मिला हूँ, पहली दफा ही मिलके लगा, तूने छुआ जख्मों को मेरे, मरहम मरहम दिल पे लगा। गलत क्या सही क्या मुझे ना पता है, तुम्हें अगर पता हो बता देना। मैं अरसे से खुद से जरा लापता हूँ, तुम्हें अगर मिलूं तो बता देना, खो न जाना मुझे। ശിലയായി